ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് മുൻ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഇപ്പോൾ ചേർന്ന ഇന്ത്യ സഖ്യം യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. അപ്പോൾ നേരത്തെ കേട്ട പേരുകളല്ല തമിഴ്നാട് സ്വദേശിയായിരിക്കും എന്നുള്ളതും മാറുകയാണ്. നോബൽ തമിഴ്നാട് സ്വദേശിയല്ല സുദർശൻ റെഡ്ഡി എന്നല്ല മനസ്സിലാക്കേണ്ടത്, മുൻ ജസ്റ്റിസ് ആണ്. എന്താണ് വിശദാംശങ്ങൾ? ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്യുന്ന വാർത്തയാണ്. മുൻ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുന്നു. ആന്ധ്രാപ്രദേശിലുള്ള നേതാവ് കൂടിയാണ്, ആന്ധ്രാപ്രദേശിലുള്ള അംഗം കൂടിയാണ് അദ്ദേഹം. ആന്ധ്രാപ്രദേശാണ് സ്വദേശം. അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ ഉപരാഷ്ട്രപതിയായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന തീരുമാനം ഇന്ത്യ സഖ്യം എടുത്തിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പി സുരേന്ദ്ര റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകും എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ നേതാക്കൾ ചേർന്ന യോഗത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെല്ലാം യോഗം ചേർന്നുകൊണ്ടാണ് ഈ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. യോഗത്തിൽ തീരുമാനം വന്നിരിക്കുന്നു. ബി സുദർശൻ റെഡ്ഡി അദ്ദേഹം മുൻ ജസ്റ്റിസ് കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ഉള്ളത്. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നേതാക്കൾ ഇപ്പോൾ തന്നെ ഈ പ്രഖ്യാപനം എന്താണെങ്കിലും ഔദ്യോഗികമായി തന്നെ നടത്തും. നേരത്തെ പല പേരുകൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ നേതാവ് മത്സരിക്കും എന്നടക്കമുള്ള സൂചനകൾ പുറത്തേക്ക് വന്നിരുന്നു. അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് ഇപ്പോൾ അവസാന റൗണ്ടിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗം എത്തുന്നില്ല. പകരം അദ്ദേഹം നേരത്തെ എം അണ്ണാദുരയുടെ പേരൊക്കെ സജീവമായി ചർച്ചയിലുണ്ടായിരുന്നെങ്കിലും ആ പേരിലേക്കല്ല ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അണ്ണാദുരയ്ക്ക് പകരം സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ? അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്, റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് ആണ്. അത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അത്തരത്തിൽ നിൽക്കുന്ന ഒരു ആൾ കൂടിയാണ്. ആ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ യോഗം ചേർന്നുകൊണ്ട് പി സുദർശൻ റെഡ്ഡിയെ ഇത്തരത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിന് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കാൻ തീരുമാനം എന്താണെങ്കിലും പാർട്ടികൾ എടുത്തിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രധാന നേതാക്കളെല്ലാം, അതിൽ കേരളത്തിലുള്ള നേതാക്കൾ അടക്കം പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശരത് പവാർ, സുപ്രിയ സുരെ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം പങ്കെടുത്തുകൊണ്ടാണ് എന്താണെങ്കിലും ഈ യോഗത്തിൽ ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നു തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയാണ് ഇന്ത്യ സഖ്യവും. ബി സുദർശൻ റെഡ്ഡി 2007 സുപ്രീം കോടതി ജഡ്ജിയായിരുന്നത്. പക്ഷേ ഇപ്പോൾ വിരമിച്ച ശേഷം കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് അറിയുന്നത്, അല്ലേ നോബൽ? അതെ, തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസുമായൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാവ് കൂടിയാണ്. അത് മാത്രമല്ല അദ്ദേഹം നേരത്തെ അവിടെ ആന്ധ്രാപ്രദേശിൽ സർക്കാർ ഗവൺമെന്റ് ലീഡറായി പ്രവർത്തിച്ചിരുന്നു. 1988 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം അവിടെ സർക്കാരിന്റെ, ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഗവൺമെന്റ് ലീഡറായി പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലായും പ്രവർത്തിച്ചിട്ടുണ്ട് 1990-കളിൽ. അതോടൊപ്പം അത്തരത്തിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ അദ്ദേഹം കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പദവികളിൽ എത്തിയിട്ടുള്ള ആൾ കൂടിയാണ്. അത് മാത്രമല്ല അദ്ദേഹം ലീഗൽ അഡ്വൈസർ, സ്റ്റാൻഡിംഗ് കൗൺസിൽ അടക്കമുള്ള പദവികൾ, അതായത് ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയുടെ അത്തരത്തിൽ ലീഗൽ കൗൺസിൽ. इसलिए मैं आपके सामने 4 लाइन पढ़ूंगा. इस व्यक्ति का भी व्यक्तित्व भी मालूम होगा और ये उनकी कार्य का आपको परिचय भी होगा. Sri B. Sudarshan Reddy Garu is one of the India's most distinguished and progressive jurists. He has had a long and eminent legal career, including as judge of the Andhra Pradesh High Court, Chief Justice of Guwahati High Court, and Judge of the Supreme Court. He has been a consistent and courageous champion of social, economic, and political justice. He is a poor man, and many judgments, if you read, you will know that how he favored the poor people and also protected the Constitution and fundamental rights. This vice presidential contest is an ideological battle. It is not just a battle, it is an ideological battle,
and all the opposition party agreed on this. That's why we are contesting unitedly. The opposition parties have nominated Sri B. Sudarshan Reddy Garu as their joint candidate, since he reflects fully and values that saved our country's freedom movement so profoundly, and the values on which our country's constitution and democracy have been anchored. All these values are under assault, and therefore our collective and determined resolve to fight this election. So this is the name, and we had meeting just now, and everybody consented and agreed this name. So we are fielding him as a vice president candidate. Thank you very much. नमस्कार साथियों, ആദർശപരമായ ഏറ്റുമുട്ടൽ എന്നാണ് ഖാർഗെ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്ന കാര്യം പറയുന്നു. മുൻ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഇപ്പോൾ ഖാർഗെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഹൈദരാബാദിൽ നിയമം പഠിച്ച അഭിഭാഷകനായതാണ്. പിന്നീട് സർക്കാർ അഭിഭാഷകനായി, ആന്ധ്രാപ്രദേശ് അഭിഭാഷക സംഘം പ്രസിഡന്റായി. 95-ൽ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. 2005-ൽ ഗുവാഹട്ടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം. 2007 മുതൽ 2011 വരെ സുപ്രീം കോടതി ജഡ്ജിയാണ്. ഗോവയിലെ ആദ്യ ലോകായുക്തയുമായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. പിന്നീട് അന്താരാഷ്ട്ര ആർബിട്രേഷൻ സെൻട്രൽ ട്രസ്റ്റിയായും അദ്ദേഹം സെൻട്രൽ ട്രസ്റ്റിയായും പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയോട്, ഇന്ത്യ സഖ്യത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ പേരാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഒരു പേര് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ ഇന്ത്യ കണ്ടെത്തുമ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെയാണ് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്.